ടു ക്യാച്ച് ഇറ്റ് ഇതുവരെ. എന്തായാലും മൈൻഡ് ബോക്സ് കെയോസിന്റെ കൈകളിൽ എത്തിച്ചേർന്നു. എന്നിട്ടും പപ്പറ്റ് മാസ്റ്റർ ഞങ്ങളെ വെറുതെ വിടാൻ ഒരുക്കമല്ല. അപ്പോഴും ഞങ്ങളെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് ആലോചിക്കുക. മറുവശത്ത് മൈൻഡ് ബോക്സ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞങ്ങൾ അസ്വസ്ഥരായിരുന്നു. ആദ്യം സത്യം പറയാൻ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങൾക്ക് അവനുമേ യാതൊരു സംശയമില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ സത്യം പറയാൻ മടിച്ചു. ഞങ്ങളുടെ മുന്നിൽ അവന്റെ തെറ്റ് മറച്ചു വെച്ചു. മിങ്കുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പപ്പറ്റ് മാസ്റ്ററിന്റെ കോട്ടയിൽ എത്തിച്ചേർന്നു. പക്ഷേ ആരുടെ പപ്പറ്റ് പൂച്ചയാണ് ഞങ്ങളെ ആ കോട്ടയിലേക്ക് നയിച്ചത്. മൈൻക്ലാനിന്റെ ഈ കൊച്ചു കോട്ടയിലേക്ക് സ്വാഗതം. പപ്പറ്റ് മാസ്റ്ററിന്റെ ഒരു റോബോട്ട് കളിപ്പാട്ടവുമായി ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഞാൻ അതിനെ നേരിടാൻ പോയപ്പോൾ ആ കൂറ്റൻ ബാവയുടെ അകത്ത് സ്വന്തം അനുജൻ നെപ്റ്റ്യൂണാണെന്ന് മിങ്കി വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കണോ അതോ വേണ്ടോ എന്ന് ചിന്തയിൽ ആശയകുലരായി. ഞങ്ങൾ ഈ റോബോട്ടിനെ ആക്രമിച്ചാൽ കൂടെ നെപ്റ്റ്യൂൺ അപകടത്തിലാവും. എന്നാൽ ഒരു നിമിഷത്തേക്ക് ഞങ്ങളുടെ കാലിടറിയപ്പോൾ ആ റോബോട്ട് ഞങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വന്നു. നിർത്തുക, മറയ്ക്കാൻ പറ്റാത്ത തെളിവ്. എനിക്ക് തെറ്റി, ജീൻ അപകടത്തിന്റെ പുറകിൽ. നിർത്തിക്കളഞ്ഞോ? എന്താണ് ഈ നടക്കുന്നത്? തുടരൂ. സ്റ്റോൺ ഫ്യൂറി, ശ്രദ്ധിക്കൂ. വിഷമിക്കേണ്ട മിങ്കു, ഞാൻ അവനെ നോക്കിക്കോളാം. വരൂ. മിങ്കു, അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഈ സമയം കൊണ്ട് ചിന്തിക്കൂ. പിന്നെന്താ, ഞാൻ പോകുന്നില്ല. ആക്രമിക്കാൻ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവൻ ആക്രമണം പെട്ടെന്ന് നിർത്തിയത്? ഞാനൊന്നും ചെയ്തതുമില്ല, പറഞ്ഞതുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കൂ. കെയോസിൽ നിന്ന് നെപ്റ്റ്യൂണിനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല, മിങ്കു അത് പറഞ്ഞില്ല. കെയോസിനെതിരെയുള്ള ആക്രമണം നെപ്റ്റ്യൂണിന് താങ്ങാൻ കഴിയില്ല. അതിനുള്ളിൽ എന്റെ കുഞ്ഞിന് നെപ്റ്റ്യൂൺ ആണുള്ളത്. അതുകൊണ്ട് അവനെ ആക്രമിക്കരുത്. അതിനാൽ ആലോചിച്ച് പ്രവർത്തിക്കണം. നാശം. അവൻ എന്തുകൊണ്ടാവും നിർത്തിയേ? കാഴ്ച വളരെ മോശമാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചോ? കുഴപ്പമില്ല. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ താമസിയാതെ നമ്മുടെ ഹാർമണി തീരും. കിട്ടിപ്പോയി. ഞാൻ തെറ്റായി ഊഹിച്ചില്ലെങ്കിൽ നെപ്റ്റ്യൂൺ നിർത്താനുള്ള കാരണം തീർച്ചയായും ഈ നായകന്റെ ശക്തിയും ഇച്ഛയും ബുദ്ധിയും വിശ്വാസവും കഴിവും കാരണമാണ്. ഈ സമയത്ത് ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് പകരം വേണ്ടാത്ത പൊട്ടത്തരം വിളിച്ചു പറയുക. അയ്യോ, അത് ചെയ്യുന്നേ കൂട്ടുകാരെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇപ്പോഴത്തേക്ക് എന്നെ വെറുതെ വിട്ടൂടെ? നാശം. എന്താണ് സംഭവിച്ചത്? താങ്കൾ പറഞ്ഞതുപോലെയാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്തത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? താങ്കൾ എന്തെങ്കിലും കുഴപ്പം വരുത്തിയോ? വേണേൽ ഞാൻ പരിഹരിക്കാം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയാലോ? കെയോസിൽ കീഴടങ്ങുന്ന ആരായാലും അയാളുടെ ഓർമ്മ പൂർണ്ണമായി ഇല്ലാതാവുന്നതാണ്. എന്നാൽ ഇതെങ്ങനെ എങ്കിൽ തുടരാം. ഇനി എന്ത് ഊഴമാണ്? എന്റെ ചിന്ത ശരിയാണെങ്കിൽ അവൻ താൽക്കാലികമായി നിർത്താനുള്ള കാരണം ചിലപ്പോൾ എന്നെ നിലവിളിയായിരിക്കും. അല്ലേലും എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞ പാസ്വേഡ് തെറ്റായിരുന്നു. നിന്നെ അത് ശരിയായി. അയ്യോ,
ചിക്കൻ, മട്ടൻ, കേക്ക്, ബ്രെഡ്, തക്കാളി, പാവയ്ക്ക, മുട്ട, അലുവ, പച്ചക്കറി, ഉണക്കമീൻ, ഫിഷ്ബാള്, ഗ്രില്ലഡ് ചിക്കൻ. അയ്യോ എന്നെ രക്ഷിക്കണേ. നിൽപ്പായ്. മിങ്കു, എന്ത് ചെയ്യണമെന്ന് നീ പറയൂ. ഞാൻ വിചാരിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ ഇവനെ ഏതേതില്ല. ഇനി ഓടാൻ വയ്യ, യുദ്ധം ചെയ്യാം. എനിക്ക് തെറ്റു പറ്റി ചേച്ചി. തുടരൂ. ഞാൻ വിചാരിച്ചതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളും പറയണം. എന്തു പറയണം? എനിക്ക് തെറ്റു പറ്റി ചേച്ചി. മനസ്സിലായില്ല. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. നിനക്ക് ദേഷ്യമാണെന്നോടാ? നിനക്ക് തല്ലണോടാ? തല്ലി നോക്കടാ. സാഹചര്യം മാറുന്നതിന് മുമ്പ് ഈ മന്ത്രം നമ്മൾ ഉരുവിടണം. മിങ്കു പറഞ്ഞതുപോലെ ചെയ്യാം. എന്തുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത്? തുടരൂ. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. തുടരൂ. ഞാനിവിടെയുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാനിവനെ രക്ഷിക്കുന്നത് കണ്ടുതുറന്നു കാണൂ. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. എന്താണ് അവനെ തടയുന്നത്? എനിക്ക് തെറ്റുപറ്റി ചേച്ചി. തുടരൂ. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. തുടരൂ. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. 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 എന്താണ് ഇവിടെ നടക്കുന്നത്? ഹേ മിങ്കു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സത്യത്തിൽ നോക്കിയേ ചേട്ടാ, ഇവിടെ ഒത്തിരി ഉറുമ്പുകളാണ്. നിങ്ങളുടെ ഹാർമണി കൂടുന്നത് വരെ നിങ്ങൾ നന്നായി പരിശീലിക്കണം, അല്ലാതെ അലസരാകരുത്. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. നന്നായി ചെയ്യൂ, കഠിനമായി പരിശ്രമിക്കൂ. നിങ്ങൾ നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങത്തില്ല. എനിക്ക് തെറ്റുപറ്റി ചേച്ചി. ദീർഘകാല പരിശീലനം ശരീരത്തെ എന്നല്ല മനസ്സിനെയും ബാധിക്കും. ഇത്തരത്തിലുള്ള പരിശീലനം നല്ലതല്ല. എന്നെ പോലെ തന്നെയായിരുന്നു യുറാനസിന്റെ ജീവിതം. ഈ ദാസേട്ടൻ അതറിഞ്ഞില്ല ഉണ്ണി, അതറിഞ്ഞില്ല. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കൂ, ഇനി ഞാൻ നോക്കാം. നിനക്ക് ഈ ശക്തി സഹിക്കാൻ പറ്റട്ടെ മോനെ. ഇതെങ്ങനെ സാധിക്കും? അയ്യോ, ഇവർ ഞാൻ വിചാരിച്ചതിലും ഭീകരന്മാരാണ്. ഈ കൊച്ചു പ്രാണികളുടെ മുന്നിൽ അങ്ങയുടെ മന്ത്രവാദം ഫലിക്കുമോ? താങ്കൾ അജയ്യനാണ്, താങ്കൾ വിജയിക്കട്ടെ. നിനക്ക് മനസ്സിലായില്ലേ? ഓർമ്മ രാവും പകലും എന്തായാലും ഒത്തുചേരുന്നൊരു സമയമുണ്ട്. അതാണിങ്ങനെ നീയും ഞാനും പോലെ. മിണ്ടാതിരി. നീ മനസ്സിലാക്കാൻ വളരെ വൈകി. പിടികൊടുക്കരുത്. മിക്കവാറും ഞാൻ നെപ്റ്റ്യൂണിനെ രക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നേക്കുമായി ഈ തത്വ വിട്ട് പോവുകയാണ്. അടുത്ത ഭാഗം ഒരു ഹ്രസ്വകാല കൂടിച്ചേരൽ. ആരും കാണാതെ പോവല്ലേ.